ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. അഡ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ IBPS RRBയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേരള ഗ്രാമീൺ ബാങ്കിലെ വേക്കൻസീസ്. അപ്പോൾ IBPS RRBയിൽ നമുക്ക് കേരളത്തിൽ ജോലി സാധ്യത നൽകുന്ന കേരള ഗ്രാമീൺ ബാങ്കിലാണ്. അപ്പോൾ അതിനകത്ത് നിലവിൽ വന്നിട്ടുള്ള ഓഫീസ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ഓഫീസർ സ്കെയിൽ 1, 2, 3 ആ പറയുന്ന പോസ്റ്റുകളിലേക്ക് എത്ര വേക്കൻസീസ് അവൈലബിൾ ആണ്, അതെല്ലാം നമുക്കുള്ള വേക്കൻസീസ് ആണ്. വേറെ ആർക്കും നമുക്കത് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. കേരളത്തിലുള്ള വേക്കൻസീസ് നമ്മൾ കേരളീയർക്ക് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കണം. ആ വേക്കൻസീസിനെ കുറിച്ച് നമുക്ക് ആദ്യം അറിയണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം. ഇതിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ, വേക്കൻസി, അതുപോലെ പോസ്റ്റിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിൻ്റെ വേക്കൻസി ഒരു ലിസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. കേരള ഗ്രാമീൺ ബാങ്ക്, ഞാൻ ഫുൾ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഇമേജ് മാത്രം നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് ഫുൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. കേരള ഗ്രാമീൺ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്കിനകത്ത് തന്നെ നിലവിൽ എത്രയാണ് 100 വേക്കൻസി ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുണ്ട് കേട്ടോ. ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി പോസ്റ്റുകളിലേക്ക് നമുക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ, എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് അറിയണം, തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. അപ്പോൾ IBPSൻ്റെ നോട്ടിഫിക്കേഷൻ ഇതാണ് കേട്ടോ. IBPSൻ്റെ നോട്ടിഫിക്കേഷൻ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേക്കൻസീസിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഇതിൽ ഈ ഡേറ്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആട്ടോ. 7/6/2000 ജൂൺ 7 തൊട്ട് ജൂൺ 27 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നോക്കുക, ഓഗസ്റ്റിലാണ് പ്രിലിമിനറി എക്സാം നടക്കുന്നത്. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ് തൊട്ട് ഒരു മാസം ഗ്യാപ്പേ നമുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നോക്കുക. ഇനി നമുക്ക് ആ വേക്കൻസി, ആ കാര്യങ്ങളിലേക്ക് പോകാം. ഇതിനകത്ത് പിന്നെ നമുക്ക് നോക്കേണ്ടത് ഏജ് ആണ്. ഏജ് സംബന്ധിച്ച കാര്യങ്ങൾ നോക്കുക. 18 to 28 ഗ്രൂപ്പ് ബി. ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. 18 to 28 അവിടുത്തെ ആ ഒരു ഏജ് എന്ന് നമുക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഓഫീസർ സ്കെയിൽ 1 വരുമ്പോഴത്തേക്കും 18 to 30. പിന്നെ ഓഫീസർ സ്കെയിൽ 2 അത് മാനേജർ, സ്കെയിൽ 2 മാനേജറാണ്. സീനിയർ മാനേജർ വരുമ്പോൾ സ്കെയിൽ 3. അപ്പോൾ ഇതിനകത്ത് വീണ്ടും നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് തിരിവുണ്ടാവും. സ്കെയിൽ 2 വരുമ്പോഴത്തേക്ക് 21 to 32, മറ്റത് 21 to 40. അത് ഗ്രൂപ്പ് എ ഓഫീസേഴ്സ് പോസ്റ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇത് വരുന്നത് കേട്ടോ. ഇത് ഗ്രൂപ്പ് ബി പോസ്റ്റാണ്, ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏജ് ലിമിറ്റ് നിങ്ങൾ നോക്കിക്കൊള്ളുക. അടുത്ത നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് അതുപോലെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക, നമ്മുടെ ഏജ് ലിമിറ്റ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഡിഗ്രി ഉള്ള ആൾക്കാർ ഏതിനൊക്കെയാണ് പ്രിഫറൻസ്, ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് പ്രിഫറൻസ് ഉള്ളത്, അതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്. ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതെല്ലാം കാണുക കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റൻ എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങളത് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക നമ്മുടെ ചാനലിനകത്ത്. നമുക്ക് ആ എലിജിബിലിറ്റിയും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എലിജിബിലിറ്റി വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ പോസ്റ്റുകളാണ്. ഓരോ അസിസ്റ്റൻറ്റ് മാനേജർ ആണെങ്കിൽ പോലും അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് പോസ്റ്റ് അനുസരിച്ച് മാറുന്നുണ്ട്. ഓഫീസ് അസിസ്റ്റൻറ്റ് ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനാണ് വേണ്ടത്. പിന്നെ പ്രൊവിഷൻസ് ഇൻ ലോക്കൽ ലാംഗ്വേജ്, നമുക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട്. അതിനുപോലെ അതിനുള്ള പ്രൊവിഷൻസ് നമുക്ക് ആവശ്യമാണ്. എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല ഇതിന് വേണ്ടിയിട്ട്. പിന്നെ കമ്പ്യൂട്ടർ നോളജ് വേണം. പിന്നെ ഓഫീസർ സ്കെയിൽ 1 വരുമ്പോഴത്തേനും നമുക്ക് ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ പ്രിഫറൻസ്, ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് പ്രിഫറൻസ് ഉണ്ട്. വെറ്ററിനറി സയൻസ്, ഹോർട്ടിക്കൾച്ചർ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രിഫറൻസ് ഉണ്ട്. പിന്നെ പ്രൊവിഷൻസ് ഇൻ ലോക്കൽ ലാംഗ്വേജ്, എക്സ്പീരിയൻസ് അതുമില്ല. രണ്ടാമത്തത് ഗ്രേഡ് 2 വരുമ്പോഴത്തേക്കും ജനറൽ ബാങ്കിങ് മാനേജറാണ്. 2 years ആസ് ആൻ ഓഫീസർ ഇൻ എ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ എന്താ പറയുക, എക്സ്പീരിയൻസ് അവിടെ വേണം. പിന്നെ ഈ പറഞ്ഞ 50%, പിന്നെ IT ഓഫീസർ. അപ്പോൾ ഇത്രയും ഇതേ രീതിക്കാണ് അതിൻ്റെ ഒരു എലിജിബിലിറ്റി കാര്യം പോകുന്നത്. നമുക്കിതിൽ പ്രധാനമായിട്ടും വേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ വേക്കൻസീസിൻ്റെ കാര്യമാണ്. വേക്കൻസീസ് അണ്ടർ CRPs കണ്ടോ. നമ്മളീ പറഞ്ഞ പോലെ കേരള ഗ്രാമീൺ ബാങ്കിനകത്ത് കേരള 100 വേക്കൻസീസാണ് മൾട്ടി ടാസ്കിങ് നമ്മുടെ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് വരുന്നത്. അടുത്തേക്ക് ഓഫീസർ സ്കെയിൽ 1 വരുമ്പോഴത്തേക്കും നല്ല വേക്കൻസീസ് ഉണ്ട് കേരളത്തിൽ. ഏകദേശം 195ഓളം വേക്കൻസീസ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 195 വേക്കൻസീസോളം നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്ത നോക്കുമ്പോഴത്തേനും ഓഫീസർ സ്കെയിൽ 2 ബാങ്കിങ് ഓഫീസർ, അത് കേരളത്തിൽ ഇല്ല, വേക്കൻസി ഇല്ല. അതുപോലെ
നമ്മുടെ ഓഫീസർ സ്കെയിൽ ടു ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി ഉള്ളതാണ്. കേരള ഗ്രാമീൺ ബാങ്കിനകത്ത് 5 വേക്കൻസീസാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ടെൻറ്റേറ്റീവ് വേക്കൻസീസ് ആണ്. ഇനി എക്സാം കഴിഞ്ഞ് ഫൈനലാകുമ്പോഴത്തേക്കും വേക്കൻസീസിൻ്റെ ഇത് കൂടെ. കാരണം നിലവിൽ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 9,000 സംതിങ് ആയിരുന്നു നമ്മുടെ വേക്കൻസീസ് എന്ന് പറയുന്നത്. അത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പുതിയ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വേക്കൻസി ഏകദേശം 10,000 ഒരുന്നൂറോളം വേക്കൻസീസ് എന്ത് ചെയ്യുക അതിന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതേപോലെ കേരളത്തിൽ ബാങ്കിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഏകദേശം 390 മുകളിൽ വേക്കൻസീസ് നിലവിൽ അവൈലബിൾ ആണ്. ഈ വിവിധ പോസ്റ്റുകളായിട്ട് മാനേജർ പോസ്റ്റും അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റുമായിട്ട് ഏകദേശം 390 മുകളിലോളം വേക്കൻസീസ് അവൈലബിൾ ആണ്. ആ വേക്കൻസീസ് ഉള്ള എല്ലാം നിങ്ങൾക്കുള്ളത് കേട്ടോ. ആ വേക്കൻസീസ് എല്ലാം നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അവൈലബിൾ ആണ്. ഈ വേക്കൻസീസ് എല്ലാം ഈ മൾട്ടി ഓഫീസ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ഓഫീസർ സ്കെയിൽ 1 ഇതെല്ലാം ഫ്രഷേഴ്സിനും അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. 100, 195, 295 വേക്കൻസി അത് മാത്രമുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഓഫീസർ പോസ്റ്റിലാണ്. ഗ്രേഡ് 2ഉം ഗ്രേഡ് 3യും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വേക്കൻസീസ് എല്ലാം നിങ്ങൾക്കുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക, അവസരം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം അത് വിനിയോഗിക്കുക. ബാങ്കിലൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ കേരള ഗ്രാമീൺ ബാങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം നമുക്ക് എന്ത് ചെയ്യുന്നത് ജോലി കിട്ടുന്നത്. അതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പരീക്ഷ എഴുതാൻ നമ്മുടെ എക്സാം സെൻറ്റേഴ്സ് നമുക്ക് കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്. എക്സാം സെൻറ്റേഴ്സിൻ്റെ കാര്യവും നമുക്കിതിൽ നോക്കണം. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അതിപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഇത്രയും ജില്ലകളിൽ നമുക്ക് പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട്. പിന്നെ പ്രശ്നമില്ലല്ലോ, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എക്സാം എഴുതാം. നമുക്ക് എന്തായാലും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ സിലബസ് ഒന്നും വേറെ വ്യത്യാസമുള്ള കാര്യങ്ങളൊന്നുമല്ല. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തും പഠിക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു ലൈഫ് സ്റ്റൈൽ നൽകുന്ന ഒരു ജോലി തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ ബാങ്ക് IBPS RRBയുടെ ക്ലർക്ക് PO പോസ്റ്റുകളിലേക്ക് നമുക്കുള്ള ആ ജോബ് വേക്കൻസി എന്ന് പറഞ്ഞാൽ കേട്ടോ. അത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളത് നേടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. എക്സാം സെൻറ്റേഴ്സ് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സും പുസ്തകങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ഫൗണ്ടേഷൻ ബാച്ച് ഓൾറെഡി നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. 1464 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബാച്ച് സ്വന്തമാക്കാം. അത് സ്വന്തമാക്കാം. ആ എമൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ കേട്ടോ. Y907 എന്ന് പറഞ്ഞാൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. ഇത്രയും വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, അതൊന്നും നമ്മൾ മിസ്സാക്കുന്നില്ല. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ടെസ്റ്റ് സീരീസ് അതിനകത്ത് അവൈലബിൾ ആണ്. 560ഓളം ബുക്കുകൾ അവൈലബിൾ ആണ് കേട്ടോ. 560ഓളം ബുക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ Y907 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങളൊരു ഹാർഡ് കോപ്പി ഇപ്പോൾ ബുക്ക് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ നോക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ എല്ലാം ഹാർഡ് കോപ്പീസ് അവൈലബിൾ ആണ്. ഒന്നുകിൽ നമ്മുടെ ആപ്പിൽ പോവുക അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയി ADA 247 എടുക്കുക. എന്നിട്ട് ഈ ഓൾ കോഴ്സസ് എന്നുള്ള വെബ്സൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിനകത്ത് സ്റ്റോറിലുണ്ട്, സ്റ്റോറിൽ പോയാൽ മതി. ഓൾ കോഴ്സസ് എന്നുള്ള സംഭവം എടുത്തതിന് ശേഷം അത് സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക. സ്റ്റേറ്റ് എക്സാംസിൽ കേരള ബാങ്ക് എക്സാം കേരള എന്ന് പറയുന്ന സംഭവമുണ്ട്, സെക്ഷനുണ്ട്. അതിനകത്ത് നമുക്ക് നിങ്ങൾക്ക് കോഴ്സസ് അവൈലബിൾ ആണ്. ടെസ്റ്റ് സീരീസ് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ കേട്ടോ. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. ഇനി ബുക്സ്, പ്രിൻറ്റഡ് ബുക്സ് ഒരു 8 ബുക്കിൻ്റെ സെറ്റ് വരുന്ന ഒരു കിറ്റ് ഉണ്ട് കേട്ടോ. 1743 രൂപയാണ് നിലവിൽ. അതിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് Y907 അത് ബുക്കിൻ്റെ ഇതായതുകൊണ്ട് ഒരു S എന്നുള്ള ഒരു കോഡും കൂടെ അതിനകത്ത് ചേർക്കുക. നോർമൽ കോഴ്സോ ടെസ്റ്റ് സീരീസോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് Y907 മാത്രം യൂസ് ചെയ്താൽ മതി. ബുക്കിൻ്റെ അപ്ലിക്കബിൾ ആവണമെന്നുണ്ടെങ്കിൽ Y907X എന്നുള്ള ആ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുക. 12 മാസമാണ്, ഒരു വർഷത്തോളം നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏതാണ് ഇതിൽ ബുക്സും അവൈലബിൾ ആണ് കേട്ടോ. ബുക്സും അവൈലബിൾ ആണ്. ആ ബുക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 12 മാസം, ഒരു വർഷം ആക്സസ് ഉണ്ട്. ഈ പ്രിൻറ്റഡ് ബുക്സ് നിങ്ങളുടെ കയ്യിലെത്തും. 8 ബുക്കാണ് നിങ്ങളുടെ കയ്യിലുള്ള 8 ബുക്കിൻ്റെ ഒരു കിറ്റായിട്ടാണ് നിങ്ങൾക്ക് അതിനകത്ത് വരുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസണിംഗ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ബാങ്കിങ് ആൻഡ് സ്റ്റാറ്റിക് അവയർനെസ് ഉണ്ട്, പിന്നെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഡാറ്റ അനാലിസിസ്, ബാങ്കിങ് ഇൻഷുറൻസ്, അത് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, പിന്നെ അതിൻ്റെ 20+ IBPS POയുടെ
പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അടങ്ങുന്ന അതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ അടങ്ങുന്ന ഒരു പ്രാക്ടീസ് ടെസ്റ്റിന് വേണ്ടിയുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ 8 ബുക്ക് പ്രിൻറ്റഡ് ബുക്കായിട്ട് നിങ്ങളുടെ കയ്യിലെത്തും. ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് Y907 എന്നുള്ള 7S കൂടെ ചേർക്കുക കേട്ടോ. കോഴ്സിനാണെങ്കിൽ Y907 മാത്രം മതി. അത് ബുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ Y907S എന്ന് പറഞ്ഞ കൂപ്പൺ കോഡും കൂടെ യൂസ് ചെയ്യുക. ബുക്ക് പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഡെക്സ് എല്ലാം എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോതിനകത്തും ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള കണ്ടൻറ്റാണ് വന്നിട്ടുള്ളതെന്നെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഏകദേശം 8 ദിവസം ഡിസ്പാച്ചിങ്ങിന് 8 ദിവസമാണ് സമയം വരുന്നത്. 8 ദിവസത്തിനുള്ളിൽ ബുക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും കേട്ടോ. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊള്ളുക. അപ്പോൾ നമ്മുടെ വേക്കൻസീസ് കേരള ബാങ്കിൽ നല്ല വേക്കൻസീസ് ഉണ്ട്, കേരള ഗ്രാമീൺ ബാങ്കിൽ, അതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു സെഷനുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.